അപ്പം ഇതാണ് നിങ്ങളെ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആർട്ടിസ്റ്റിക്കായിട്ടാണ് വണ്ടി പണിത് വെച്ചേക്കുന്നത് എന്നുള്ളത്. സംഭവം വേറൊന്നുമല്ല, കസ്റ്റമർക്ക് വണ്ടി കിട്ടിയത് ഇങ്ങനെയാണ്. അവൻ കുറേ നാൾ കൊണ്ട് കടന്നു, പക്ഷെ കൊടുത്ത പയ്യൻ ആക്കി വെച്ച കോലമായിട്ടത്. ഫ്രണ്ട് റിമ്മ് കണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ചു, റിമ്മ് ഫുൾ തുരുമ്പാണ്, പെയിൻ്റൊക്കെ അടിച്ചതാണ്ടൊക്കെ ആക്കി വെച്ചേക്കാണ്. അതിനകത്ത് ആക്ച്വലി ഈ വണ്ടിയിൽ ഇപ്പം നിലവിൽ ഉള്ള ലുക്കിൽ നമ്മൾ പഴയ സാധനം ചെയ്യാൻ പോകുന്നത് ഈ 2 ടയർ മാത്രം കേട്ടോ. ബാക്കി ഏറ്റവും ഈസൊരു പാർട്സ് നമ്മൾ ബ്രാൻഡ് ന്യൂ തന്നെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതിനുള്ള രീതിക്കുള്ള റിസ്റ്റോറേഷനാണ് ചെയ്യുന്നത്. കണ്ട മാസ്ക് കണ്ടില്ലേ, ചെറിയ ഷോർട്ട് മാസ്ക് വെച്ച് വണ്ടി മൊത്തത്തിലൊരു അൺഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. പോരാഞ്ഞിട്ട് എഞ്ചിനകത്ത് ഭയങ്കര നോയ്സാണ്, ഓവർഫ്ലോ ഉണ്ട്, പവറില്ല. പോരാണ്ട് ഞാൻ എൻ്റെ എക്സോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ, എന്ത് രീതിയിലാണ് ഇത് ചേമ്പറാക്കി എടുത്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തരും. പഴയ ഓൾഡ് എക്സോസ്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചളക്കി ഷേപ്പാക്കി ചേമ്പർ ലുക്കാക്കി എന്നുള്ളത് കവളുടെ ചേമ്പർ കാര്യമൊന്നുമല്ല. നമ്മളിത് മാറ്റി നീറ്റായിട്ടൊരു ചേമ്പർ അല്ലെങ്കിൽ സാധാ എക്സോസ്റ്റ് വെക്കും. സാധാ എക്സോസ്റ്റ് മിക്കവാറും വയ്ക്കാൻ സാധ്യതയുള്ളത്. ബാക്കിലോട്ട് വരുമ്പോൾ കണ്ടല്ലോ, പോരാണ്ട് സീറ്റിൻ്റെ അവസ്ഥ, ടൈലൈറ്റ് എക്സിഡ് ടൈലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ കാര്യം. അപ്പം ഇതാണ് നിലവിലത്തെ ഇപ്പോൾ കണ്ടത്തെ കണ്ടീഷൻ. ഉണ്ടോ ഇതിനകത്ത് പെയിൻറ്റിങ് കണ്ടില്ലേ, എല്ലാം നാശമാക്കി നാളെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നിലവിലത്തെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ഫുൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നു, ഏറ്റവും ഇസഡ് നീറ്റായിട്ട് വർക്ക് ചെയ്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ലുക്കിൽ അവരെ കയ്യിലോട്ട് സ്പെക്കിൽ കൈ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പം ആസ് യൂഷ്വൽ നമുക്ക് ഒന്നേന്ന് പൊളിച്ചു തുടങ്ങാം. അപ്പോൾ പൊളിക്കുന്നതനുസരിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ.